നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം. ഈ ദിനത്തെക്കുറിച്ച് അധികമൊന്നും നാം മുൻപ് ചിന്തിച്ചിരുന്നില്ല. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ വിഭജന ഭീതി ദിനം ആചരിക്കുന്നു എന്ന് ഔദ്യോഗികമായി ആചരിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതുവരെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ, മലയാളികൾ. കാരണം ഒരുപക്ഷെ വിഭജനത്തിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള ചിത്രങ്ങൾ, അതായത് കൂട്ടക്കൊലകളൊന്നും വിഭജനകാലത്ത് കേരളത്തിൽ അധികം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് അതിർത്തി സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും കേരളത്തിലുള്ള പ്രത്യേക ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ്. അത്തരത്തിലുള്ള ചരിത്ര സത്യങ്ങളൊന്നും പാഠപുസ്തകങ്ങളിൽ നാം പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വിഭജനത്തെക്കുറിച്ച് ഒന്നോ രണ്ടോ വരികളിൽ നമ്മുടെ ചരിത്ര പാഠങ്ങൾ ഒതുങ്ങുന്നു. ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ്. പക്ഷേ ആ സാഹചര്യം ഒരു സത്യവുമാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നു വന്ന നമുക്ക് വിഭജനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള താല്പര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചത് ഒരുപക്ഷെ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടിയും സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടിയും ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ വരവോടുകൂടിയുമായിരിക്കും കേന്ദ്രത്തിൽ. പക്ഷേ കേരളത്തിൽ ഇന്നും ഈ വിഭജന സംബന്ധിയായിട്ടുള്ള ചർച്ചകൾക്ക് അധികം വേദികൾ അനുവദിക്കപ്പെടാറില്ല. ഒരുതരം ബോധപൂർവമായ മറച്ചു പിടിക്കലുകൾ ഈ വിഭജനത്തിൻ്റെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിഭജനത്തിൻ്റെ ചരിത്രത്തിൻ്റെ നേരെ നടക്കാറുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ഇപ്പോൾ ഭാരതം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ പോവുകയാണ്. ആ അവസരത്തിൽ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ വിഭജന ഭീതി ദിനം നാം ആചരിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ളൊരു സാഹചര്യമാണിത്. ഈ സാഹചര്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാൻ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ KP ശശികല ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറിലേക്ക് പോകാം. ടീച്ചറുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചും കൂടുതൽ ഈ വിഷയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലും ഈ വിഷയത്തിന് ശേഷവും വിഭജനത്തിന് ശേഷവും ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാം കുറിച്ച് ടീച്ചറോട് തന്നെ നമുക്ക് വിശദമായി ചോദിച്ചറിയാം. ടീച്ചറിലേക്ക് പോകാം. ടീച്ചർ നമസ്തേ. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ തത്വമയി ന്യൂസിൽ നിന്ന് വിളിക്കുകയാണ്. ടീച്ചർ കുറച്ചു നേരം സംസാരിക്കാൻ സമയം ഉണ്ടാവും? യാത്രയിലാണ്. തീർച്ചയായിട്ടും കഴിയുന്നതും വേഗം ടീച്ചറെ വിട്ടേക്കാം. കാരണം ഇന്ന് വിഭജന ഭീതി ദിനം, നമ്മുടെ കാലടി സർവകലാശാലയുടെ പ്രശ്നം, ഈ രണ്ട് വിഷയത്തെക്കുറിച്ചും ടീച്ചറിന്റെ ഒരു ബൈറ്റ് എടുക്കാനായിരുന്നു വിളിച്ചത്. അപ്പോൾ ഈ വിഭജന ഭീതി കാറിൽ ചെറിയ കുട്ടികളുണ്ട്, ഒരു ശബ്ദം അടുത്ത് കയറി വരും. ഇടയ്ക്കുള്ള ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല ടീച്ചർ. അതെ, കാരണം കുട്ടികളുണ്ട്, ചെറിയ പിള്ളേരുണ്ട്. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല ടീച്ചർ. അപ്പോ ടീച്ചർ, ഈ വിഭജന ഭീതി ദിനത്തിന്റെ ഒരു നമ്മളിപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ ആ വിഭജന ഭീതി ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഒരു വലിയ മുറിവാണ്. ടീച്ചറുടെ ഒരു അഭിപ്രായം ഈ വിഭജന ഭീതി ദിനത്തെക്കുറിച്ച്, മതേതരം, മതസൗഹാർദ്ദം, മതമൈത്രി തുടങ്ങിയ വാക്കുകളെ കുറിച്ച് ടീച്ചറുടെ ഒരു കുറിപ്പ് തന്നെ കണ്ടിരുന്നു. എന്നിരുന്നാൽ പോലും അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയുവാൻ താല്പര്യമുണ്ടാകും. കുറച്ച് സംസാരിക്കാമോ ഈ വിഷയങ്ങളെ കുറിച്ച്? ഒരു സംക്ഷിപ്തമായി. അതെ, നമ്മള് മുമ്പത്തേക്കാൾ കൂടുതൽ ചരിത്രത്തിന്റെ ഇഴകീറി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ കേരളത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഭാരതത്തിന്റെ ധീര ദേശാഭിമാനി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി വീര സവർക്കറെ പോലും പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം. എന്നാൽ അതേ സമയത്ത് നമ്മള് ലക്ഷക്കണക്കിന് ആളുകളെ വളരെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട വിഭജനം, അത് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമാകാൻ താല്പര്യമില്ല. അത് പഠിക്കണ്ട, എവിടെയും പഠിപ്പിക്കുന്നില്ല. സ്വാതന്ത്ര്യത്തെ പറ്റി പഠിപ്പിക്കുമ്പോഴും വിഭജനം നമ്മൾ ഒന്നോ രണ്ടോ, ഞാൻ സോഷ്യൽ സർവീസ് അധ്യാപികയായിരുന്നു, ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഒതുക്കുകയാണ് പതിവ്. അതിന്റെ യാതൊരു വിധത്തിലുള്ള വിശദീകരണവും എവിടെയും പഠിപ്പിക്കാറില്ല. എന്നാൽ 1921 കുപ്രസിദ്ധമായ മാപ്പിള ലഹളയെ തരം മാറ്റിയിട്ടാണെങ്കിലും അത് വിശദമായി പഠിപ്പിക്കും. പക്ഷെ ഒരിക്കലും വിഭജനം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. കാരണം അത് മറന്നു പോയിക്കോട്ടെ എന്നുള്ളതാണ്. നമുക്ക് മുറിവുകൾ ഉണങ്ങുക തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മളത് മറന്നുപോയാൽ ഉണ്ടാകുന്നത് മുറിവ് ഉണങ്ങുകയല്ല, വീണ്ടും മുറിവുകൾ ഉണ്ടാക്കപ്പെടാം, വീണ്ടും ഒരു വിഭജനം ഉണ്ടാകാം. അത് ഒഴിവാകണമെങ്കിൽ തീർച്ചയായും അന്ന് എന്താണ് നടന്നത് എന്ന് പഠിക്കണം. അവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ദീർഘവീക്ഷണത്തെ നമ്മളൊക്കെ ഏറെ ആദരവോടുകൂടി കാണുന്നത്. കാരണം ഇനിയൊരു ഭാരതത്തിൽ ഇനിയൊരു വിഭജനം ഉണ്ടാവരുത്.
നമ്മള് വിഭജിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ജനസംഖ്യ കൂടിയിട്ട് വിഭജിച്ചതല്ല നമ്മൾ, അല്ലെങ്കിൽ ഭരണ സൗകര്യത്തിന് വേണ്ടി വിഭജിച്ചതല്ല, കേവലം മതം മാത്രം നോക്കി വിഭജിച്ചതാണ്. എന്നിട്ട് ആരെന്താണ് നേടിയത്? ഇത് ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ നമ്മളിപ്പോ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കിടക്കാൻ നമ്മൾ ഇനി മണിക്കൂറുകളേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കണ്ടേ ആരെന്താണ് നേടിയത്? കാരണം നമ്മളെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സാമ്പത്തികമായ പുരോഗതി ഈ 3 രാഷ്ട്രങ്ങളെയും നെഗറ്റീവായിട്ട് ബാധിച്ചു. കാരണം എല്ലാവരും അതിർത്തി പ്രദേശങ്ങളിലാണ് ഏറെ പണം ഒഴുക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കുട്ടികൾക്ക് അന്നമാകേണ്ട, നമ്മുടെ കുട്ടികൾക്ക് അക്ഷരമാകേണ്ട, നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ പ്രയോജനപ്പെടേണ്ട, നമുക്ക് റോഡാകേണ്ട, റെയിലാകേണ്ട പണം മുഴുവൻ നമ്മൾ അതിർത്തിയിൽ കൊണ്ടുപോയി ഒഴുക്കേണ്ട ഒരവസ്ഥ വരികയാണ്. കാരണം എന്താ വെച്ചാൽ പിറന്നു വീണത് ശത്രുരാഷ്ട്രങ്ങളായിട്ടാണ് നമ്മൾ. മതത്തിന്റെ പേരിലുണ്ടായി അന്ന് തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും ജീവിതവും പോയി. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ശത്രുതാപരമായ ഒരു മനോഭാവത്തോടെയാണ് രണ്ടും. ഇതുകൊണ്ട് നഷ്ടമല്ലാതെ പാകിസ്ഥാൻ എന്ത് നേടി? ഇന്ത്യ എന്ത് നേടി? ഇസ്ലാം എന്ന മതം എന്ത് നേടി? ഇതുകൊണ്ട് അതിന് മുൻപുള്ള ഇസ്ലാമും അതിന് ശേഷമുള്ള ഇസ്ലാമും തമ്മിൽ എന്താണ് വ്യത്യാസം? ലോകത്തിന് മുന്നിൽ ഇത്തരത്തിലാണ് ഇസ്ലാം, അവരെവിടെ ചെന്നാലും അവര് വിഭജിക്കും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി എന്നതിൽ കൂടുതൽ ഇസ്ലാം എന്ന മതം അതുകൊണ്ട് എന്ത് നേടി? അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കണക്കെടുപ്പുകൾ നമ്മൾ പഠനം ആവശ്യമാണ്. ഇനി ആർക്കും ഇതുപോലുള്ളൊരു വിഡ്ഢിത്തം തോന്നാതിരിക്കാൻ ഇത് വിഭജനത്തെ പറ്റി പഠിക്കണം. മാത്രമല്ല നമ്മുടെ പൗരന്മാരാണ് ആ കൊല ചെയ്യപ്പെട്ടത്, അവരുടെ ജീവിതമാണ് പോയത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നേതാക്കള് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരുണ്ട്. ഇപ്പോ അദ്വാനിജിയെ പോലെ, മൻമോഹൻ സിംഗിനെ പോലെ ഒരുപാട് പേര് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പിറന്ന മക്കൾ പോലും ഉണ്ട് അഭയാർത്ഥികളുടെ ഇതായിട്ട് വഴിയിൽ മരിച്ചവർ. അവരെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. രക്തം ചിന്താതെ സ്വാതന്ത്ര്യം നേടി എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം രക്തത്തിലായിരുന്നു എന്നതാണ് സത്യം. തീർച്ചയായിട്ടും ഇത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തമൊഴുക്കിയിട്ടുണ്ടാകാം, പക്ഷെ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി അത് നമ്മൾ അർമാദിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ ചോരപ്പുഴയിൽ നീന്തി കുളിച്ചു എന്ന നഗ്നമായ സത്യം ഒന്ന് ഓർത്തെടുക്കാൻ ഈ ഒരു ദീർഘവീക്ഷണം, ഈ നമ്മളെ വിഭജനത്തിന്റെ ഭീതി ദിനം ആചരിക്കുന്നതിലൂടെ അത് സാധിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ടീച്ചർ, ഈ വിഭജനത്തിന്റെ ഭീതി ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ട ഒരുപാട് നിഷ്കളങ്കരെ നാം ഓർക്കുന്നു. അതിനോടൊപ്പം തന്നെ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യം നാം ഒന്ന് കണക്കിലെടുത്താൽ ഇപ്പോഴും ആ വിഭജനത്തിന്റെ പല അവശിഷ്ടങ്ങളും ഇവിടെ ഇല്ലേ? കാരണം ഞാൻ ചോദിക്കുന്നത്, 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ബാക്കിയോ അല്ലെങ്കിൽ പരിഷ്കരിച്ച പുതിയ രൂപങ്ങളോ കേരളത്തിൽ ഇപ്പോൾ ബാക്കിയില്ല. ടീച്ചറുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും. കാരണം അന്ന് തന്നെ ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ആഗ്രഹിച്ചതും പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചതും ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രവിശ്യ. ആ മദ്രാസ് പ്രവിശ്യക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായത് മലബാർ ഭാഗം കൊണ്ടാണ്. അപ്പോൾ മലബാർ അവരുടെ കണക്കിൽ അന്നത്തെ മാപ്പിളസ്ഥാനാണ്, പാകിസ്ഥാന്റെ ഭാഗമാകേണ്ട മാപ്പിളസ്ഥാൻ. അത്തരത്തിൽ അവർ ഭൂപടങ്ങൾ തയ്യാറാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും കടുത്ത ഇന്ത്യയില് ഒരുപക്ഷെ അതിർത്തി പ്രദേശങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി 100% മുസ്ലിം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചത് മദ്രാസ് പ്രവിശ്യയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വിഷയം പാകിസ്ഥാനായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ആളുകളും പാകിസ്ഥാൻ അനുകൂലമായിരുന്നു. ഇവിടെ നടന്ന പോലുള്ള പാകിസ്ഥാൻ അനുകൂല സമ്മേളനങ്ങൾ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് സംശയം. അത്രമാത്രം പാകിസ്ഥാൻ അനുകൂല സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ ഒക്കെ ഇവിടെ നടന്നുണ്ട്. അതിലാണ് ഈ 10 അണയുടെ കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നൊക്കെയുള്ളത് വിളിച്ചത് അന്നതിലാണ്. നമ്മൾ ഏറെ മതേതര നേതാവായി വാഴ്ത്തുന്ന CH മുഹമ്മദ് കോയ, അദ്ദേഹം ഒരുപക്ഷെ വളരെ യുവാവാണ്. അദ്ദേഹമാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ജിന്നാ സാഹിബിന്റെ വലിയ എന്താണ് അവരുടെ അനുയായിയായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അദ്ദേഹമാണ് ലിയാഖത്ത് അലി ഖാൻ എന്ന പാകിസ്ഥാന്റെ ഒരുപക്ഷെ ജിന്ന കഴിഞ്ഞാൽ 2ാമൻ. ആ ലിയാഖത്ത് അലി ഖാൻ കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പാകിസ്ഥാൻ അനുകൂല സമ്മേളനം നടത്തിയപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം, ഉറുദുവിലുള്ള പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് CH മുഹമ്മദ് കോയയാണ്. ആ CH മുഹമ്മദ് കോയ ഇവിടെ മുഖ്യമന്ത്രി പദം വരെ ഏതാനും ദിവസങ്ങളാണെങ്കിലും ഇരുന്നു. അപ്പോ കേരളം എവിടെയാണ് എന്നുള്ളതിന്റെ ഒരു ചോദ്യമാണ്. ഇപ്പോഴും അതേ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ കൊണ്ട് ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞ് അരയിൽ കുടുക്കിട്ട് ചാടിക്കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. PN ശ്രീ വേണ്ട, വന്ദേമാതരം വേണ്ട, ലീഗിന് വേണ്ടാത്തതൊന്നും വേണ്ട എന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ പോലും നട്ടമില്ലാത്ത വിധത്തിൽ കോൺഗ്രസിനെ കടൽക്കിഴവൻ കഴുത്തിലേക്ക് വലിഞ്ഞു മുറുക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ആ പാകിസ്ഥാന്റെ ബാക്കിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ചോദ്യോത്തര പങ്ക്തിയിലെ സവർക്കറുടെ ചോദ്യം പോലും വിവാദമാക്കുന്നതും ഗുരുപ്രസാദ് എന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ?
അതെ. ഇവിടുത്തെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാനോ വിദ്യാഭ്യാസ പുരോഗതിയെ പറ്റി ചർച്ച ചെയ്യാനോ അല്ല ഇവർക്ക് സമയം. ഇതുപോലെയുള്ള വിക്കിലിടുന്ന വിഷയങ്ങളിലാണ് ഇവർ കിടന്ന് കളിക്കുന്നത്. അപ്പോ ഞാനൊക്കെ എത്രയോ ക്വിസ് കോമ്പറ്റീഷനുകൾ നടത്തിയിട്ടുള്ള ആളാണ്. നമ്മൾ ടീച്ചർമാർ ചോദ്യം ഇടും, അതിനകത്ത് ചിലപ്പോൾ ഉത്തരങ്ങൾ തെറ്റായിട്ട് വന്നിരിക്കാം, നമ്മളത് കറക്റ്റ് ചെയ്യും. കാരണം ഒന്നും അറിയില്ല, കാരണം നമ്മൾ കിട്ടുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ് പലരും എടുക്കുന്നത്. അങ്ങനെ ഒരു ലാഘവത്തോടെ അതിനെ കാണാതെ ഈ ഒരു ചോദ്യ ഉത്തര അധ്യാപകൻ ഒരു രാജ്യദ്രോഹി എന്നുള്ളൊരു വിധത്തില് അത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിച്ച വ്യക്തി അദ്ദേഹം തന്നെയാണ്. ആ ചോദ്യത്തിൽ തെറ്റില്ല, ഉത്തരത്തിൽ തെറ്റില്ല, എന്നിട്ടും ഒരു രാജ്യദ്രോഹിയെ കൈകാര്യം ചെയ്യുന്ന പോലെ ഒരു അധ്യാപകനെ കൈകാര്യം ചെയ്യുമ്പോൾ നാളെ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അത് വന്ദേ മാതരത്തിനോടാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് ചെയ്യണത്. അപ്പോ ഇത് പാകിസ്ഥാനിൽ പോലും ഇത്രയും രൂക്ഷമായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പാകിസ്ഥാൻ പോലും ഒരു പക്ഷേ വീര സാവർക്കറെ ഇത്തരത്തിൽ അപമാനിക്കുന്നുണ്ടാവില്ല, കാരണം അവരുടെയും കൂടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ആളാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ടീച്ചർ, ഈ വീർ സവർക്കറും വന്ദേ മാതരവും ഒക്കെ ഇവരെ ഇത്രയും ഭയപ്പെടുത്തുന്നതോ അസ്വസ്ഥതപ്പെടുത്തുന്നതോ എന്തുകൊണ്ടാണ് ടീച്ചറുടെ ഒരു? അവര് പാകിസ്ഥാന്റെ ജീനായതുകൊണ്ട്. തീർച്ചയായിട്ടും. ജനിതക വൈകല്യത്തിന് ചികിത്സയല്ലേ? അതെ, അത് സത്യം. ബാക്കിയെല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ടീച്ചർ ആദ്യം പറഞ്ഞിരുന്നു ഈ മലബാർ കൂട്ടക്കൊല ഹിന്ദു വംശഹത്യയുടെ ഒന്ന് പരാമർശിച്ചിരുന്നു. അതൊന്ന് ഈ വിഭജന ഭീതിയുടെ ഒരു തുടക്കമൊക്കെ ഒരു പക്ഷേ അവിടെ നിന്നായിരിക്കാം കേരളത്തെ സംബന്ധിച്ചെങ്കിലും അല്ലെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ച്. കാരണം അലി സഹോദരന്മാരെ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ ചരിത്രത്തിലുള്ളതാണ്. ആ ഒരു കൂട്ടക്കൊല ടീച്ചർ പറഞ്ഞു മറ്റൊരു രൂപത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിഭജനം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനെ രൂപം മാറ്റി സ്വാതന്ത്ര്യ സമരമാക്കിയൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അനീതി കേരള സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന്റെ ഒരു മനസ്ഥിതിയെ, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു മനസ്ഥിതിയോ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് ടീച്ചറിന്? ഒന്ന് അതിനൊരു ഭീരുത്വമോ അല്ലെങ്കിൽ ഒരു മറ്റേ കീഴടങ്ങൽ മനോഭാവമോ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ രഹസ്യമായി പറയുള്ളൂ. എല്ലാവർക്കും എല്ലാം അറിയാം. കാരണം ഏറനാട് വല്ലവനാട് താലൂക്കുകളിൽ ആർക്കാണ് മാപ്പിളകൾ അറിയാത്തത്? ഏത് കുടുംബങ്ങളാണ് അത് നേരിട്ട് അനുഭവിക്കാത്തത്? അത് ഞങ്ങളുടെയൊക്കെ വീട്ടുകാർ ഇരുന്ന് സംസാരിക്കുമ്പോൾ, പ്രായമായിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയായിരുന്നു. അങ്ങനെ കേട്ട് വളരാത്ത ഒരു കുടുംബവും ഏറനാട് വല്ലവനാട് താലൂക്കിൽ ഇല്ല. പക്ഷേ അത് പുറത്തു പറയാൻ പറ്റില്ല അവർക്ക്. അന്നത്തെ ഒരു ഇത് ഭയമായി പോയി അവർക്ക്, സത്യം പറഞ്ഞാല്. കാരണം ഇനി ഇങ്ങനൊരു അറ്റാക്ക് നടക്കുമോ എന്നുള്ളൊരു ആ ഒരു ഭയത്തോടു കൂടിയാണ് ഇവിടെ പൊതുവായൊരു ശരിക്കാൻ, അതായത് ഇരകളാണ് ഞങ്ങളിങ്ങനെ ഈ കൊല്ലം ജാലയിലെ മുയലിരിക്കുക എന്ന് പറയുമല്ലോ, മുട്ട് കേൾക്കുമ്പോൾ പേടിക്കുന്ന വിധത്തിൽ ഇരിക്കുന്ന ഒരു മനോഭാവം അതോടുകൂടി വന്നു എന്നുള്ളത്. കാരണം അവരെ ഇരകളാക്കപ്പെട്ടതാണ്. നമുക്ക് അതിന് സമാനതകളില്ലാത്ത ക്രൂരതകളാണെന്ന് അവരനുഭവിച്ചത്. അവരാ ഭീരുക്കളായി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സമാനതകളില്ലാത്ത ദുരിതങ്ങളാണ് അവരനുഭവിച്ചത്. അത് വീണ്ടും വരുമോ എന്ന് കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ജീവിച്ചവർക്ക് ഭയമുണ്ട്. ആ ഭയം നീങ്ങണമെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം നടപടികൾ. പക്ഷെ നമ്മൾ കണ്ടത് എന്താ? 21 ശേഷം 46 ഡയറക്റ്റ് ആക്ഷൻ, ഇതേ ആളുകൾ തന്നെ ഡയറക്റ്റ് ആക്ഷൻ നടത്തി കൽക്കത്തയിൽ ആയിരങ്ങളെ ഒഴുക്കി കൊടുത്തു. വിഭജന സമയത്തും ഇത് തന്നെ നടന്നു. വിഭജനാനന്തരം എത്ര ലഹളകൾ, ഗുജറാത്ത് അടക്കമുള്ള എത്ര സ്ഥലത്ത് എന്തൊക്കെ അവർ കാട്ടിക്കുത്തി, മാറാട് അടക്കമുള്ള സംഭവങ്ങൾ. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ആ ഭീതി അസ്ഥാനത്തല്ല എന്നാണ്. അതുകൊണ്ട് ഭീതിയുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇത് നമ്മുടെ ഇത്തരത്തിലൊരു ഭീരുത്വം നിവർത്തികേട് കൊണ്ടും ഭയപ്പാട് കൊണ്ടും അന്നത്തെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുടെ ഒരു പ്രാരാബ്ധങ്ങളൊക്കെ കൊണ്ടുവരും സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണോ ഇപ്പോഴും ഇവിടെ ഒരു ഭീകരവാദം വളർന്നു വരുന്നത് ടീച്ചർ? ഒരു സമൂഹം നിശബ്ദമായി പ്രതികരിക്കില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്തു കൂടിയാണോ? അതെ, പ്രതികരിക്കില്ല. അത് സമൂഹം ഭീതി കൊണ്ടാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി കളക്റ്റീവ് വോട്ട് അല്ലെങ്കിൽ മറ്റേ സംഘടിതമായി വോട്ട് കിട്ടും എന്നുള്ളൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് അതിന്റെ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് വഴങ്ങുന്ന ഇവിടുത്തെ രാഷ്ട്രീയം ഈ ഭീകരവാദത്തെ നേരെ കണ്ണടക്കുന്നു. ഇവിടുത്തെ വലിയ വിഷയം വീര സാവർക്കർ എഴുതിയ വാക്കിന്റെ ഗ്രാമർ, കുത്ത് അവിടെയാണോ ഇടേണ്ടിയിരുന്നത്, കോമ എവിടെയാണോ ഇടേണ്ടിയിരുന്നത് എന്നുള്ള വാദവിവാദങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അപ്പൊ ഇതോടുകൂടി നമ്മൾ മറച്ചു വെക്കുന്ന പലതുമുണ്ട്. ഇപ്പോ മലപ്പുറത്ത് വലിയ സ്ഫോടക വസ്തു പിടിച്ചത് തിരുനാവായ മഹാങ്കൽ വേദിയെ ലക്ഷ്യമിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ടെൻഷൻ ഇല്ല. നമ്മുടെ ടെൻഷൻ വീര സാവർക്കറുടെ അപേക്ഷയിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. വന്ദേ മാതരത്തിന്റെ അർത്ഥം എന്താണുള്ളത് എന്നുള്ളതാണ്. എത്ര ചാൻസസ് എല്ലാം ചെല്ലാതിരിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കിടക്കുമ്പോൾ അതിന്റെ ഇടയിലൂടെ ഇതൊക്കെ ഇവിടെ ആർക്കും ഒളിച്ചു താമസിക്കാം. മറ്റേ കർണാടകയിലെ മറ്റേ പ്രവീൺ മെട്ടാവൂരിന്റെ കൊലപാതകളെ 2 ആൾ ഇവിടുന്നാണ് പിടിച്ചത്, ഒളിച്ചു താമസിച്ചിട്ട്. കൈവെട്ട് കേസിലെ പ്രതി കണ്ണൂര് 10 വർഷം ഒളിച്ചു താമസിച്ചു. നമുക്കിവിടെ ഇത് നോക്കാൻ നേരം നമ്മളിപ്പോഴും വരുന്ന ഗാന്ധിയെ കൊന്നതാരാണ്?
ഗാന്ധിയെ കൊന്നവരെ രണ്ടാളെ അപ്പൊ തന്നെ കിട്ടിട്ടോ അല്ല തന്നെ തൂക്കി കൊന്നു. ബാക്കിയുള്ളൊരു ജീവപര്യന്ത ശിക്ഷയും കഴിഞ്ഞ് പുറത്തു വന്നു. പക്ഷെ ഇവിടെ ഇപ്പോഴും വിജയം ഗാന്ധിയെ കൊന്നത് ആരാണ്? തീർച്ചയായിട്ടും. അല്ലാതെ ഈ പ്രവീൺ നട്ടാറിന്റെ കൊലപാതകം എത്ര കൊലപാതകികൾ ഒഴിച്ച് താമസിക്കുന്നുണ്ട് എന്ന് നോക്കാൻ ഒഴിവില്ലാതെ നമ്മളിപ്പോഴും ടോർച്ചടിച്ച് ഗാന്ധിയുടെ പ്രതികളെ തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും. ടീച്ചർ, ഈ മഹാമാഘം ടീച്ചർ പരാമർശിച്ചപ്പോൾ ഒരു കൗതുകകരമായിട്ടുള്ളൊരു ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പലപ്പോഴും ഹിന്ദുക്കൾ മനസ്സിലാക്കിയതിൽ കൂടുതലും ഇത്തരം ഒരു നമ്മുടെ ഹിന്ദു സമ്മേളനങ്ങളുടെയും ഉത്സവങ്ങളുടെയും പ്രാധാന്യം ഇസ്ലാമിക ഭീകരവാദികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കാരണം മഹാമാഘത്തിന് ലക്ഷ്യം വെച്ച് അവർ ഈ ഒരു ആക്രമണം മറ്റൊന്നിനെയുമല്ല, മറ്റൊരു ഉത്സവത്തെയുമല്ല, തൃശ്ശൂർ പൂരത്തെയല്ല, പൊങ്കാലയല്ല, മഹാമാഘത്തിന് ലക്ഷ്യം വെച്ച് അവരിത് ചെയ്യുമ്പോൾ ഹിന്ദു സമൂഹം നമ്മുടെ നാട്ടിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ടീച്ചറുടെ അഭിപ്രായം? അല്ല, ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചാല് എനിക്ക് തോന്നാറ് ഇസ്ലാമിക ഭീകരവാദം ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ അല്ല. അതിനേക്കാൾ ഉപരി അവർ ലക്ഷ്യം വെക്കുന്നത് അവരുടെ സമൂഹത്തെ തന്നെയാണ്. തീർച്ചയായിട്ടും. അവർക്ക് അവരുടെ ഈ വരട്ട് തത്വവാദം അല്ലെങ്കിൽ ആ മതത്തിന്റെ ആ ഒരു തീവ്ര അത് ശരിക്കും അവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർ മനസമാധാനത്തോടെ ജീവിക്കരുത്. അവർക്ക് വിദ്യാഭ്യാസം പാടില്ല, അവർ സർക്കാർ ജോലി പോകരുത്, അവർക്ക് സമ്പത്ത് ഉണ്ടാകരുത്. അവർ ആടിനെ മേയ്ക്കാൻ പോണ ടൈപ്പ് ഉണ്ടല്ലോ, ആടിനെ മേയ്ക്കാൻ അത് മതി. ആടിനെ മേച്ച അന്ന് എങ്ങനെയാണോ ജീവിച്ചത്, 6-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണോ ജീവിച്ചത് ആ നിലയ്ക്ക് ജീവിക്കുക. തന്നെ എത്ര കെട്ടാൻ, എത്ര കെട്ടാൻ, എവിടെ കെട്ടാൻ, നമ്മള് അവരെ പ്രഭാഷകരുടെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാലേ അത്തരം കാര്യങ്ങൾ. അപ്പൊ അത് മതി, അതിനപ്പുറത്തേക്ക് അവർ വളരരുത്. അപ്പോ ഇപ്പൊ നമ്മൾ ചോദിച്ചു പൊങ്കാലയല്ല ലക്ഷ്യം വെച്ചത്, തൃശ്ശൂർ പൂരമല്ല ലക്ഷ്യം വെച്ചത്, മാമാങ്കം ലക്ഷ്യം വെക്കാൻ കാരണം മാമാങ്കത്തിന്റെ ഗുണഭോക്താക്കൾ അവിടുത്തെ മുസ്ലിം സമുദായമാണ്. അവർ വളരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ കാര്യത്തില്, വളരെ വലിയ സപ്പോർട്ട് അവരുടെ കാര്യത്തിലുണ്ടായിരുന്നു. അവർക്ക് അതിൽ സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കാനും വളർക്ക് വേണ്ടി സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കാത്തവരും അവര് ഒരേപോലെ തന്നെ വളരെ കാര്യമായി തന്നെ അത്തരം അത് മലപ്പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കറിയാം പല കാര്യങ്ങളിലും വളരെ മനസ്സോടുകൂടി സഹകരിക്കുന്നതാണ് അവിടുത്തെ മുസ്ലിം സമൂഹം. പക്ഷേ ആ ഒരു സഹകരണമോ അല്ലെങ്കിൽ അവരുടെ ഒരു വളർച്ചയോ അത് സഹിക്കാത്തത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനല്ല. മറിച്ച് ഇസ്ലാമിനെ തന്നെ തീവ്രവാദികൾക്ക്, മതമൗലികവാദികൾക്ക് സഹിക്കാത്തത് ഇസ്ലാമിന്റെ ഈ മുസ്ലിങ്ങളുടെ ഈ വളർച്ചയാണ്. കാരണം ഇത്തരത്തിൽ വളരുമ്പോൾ അവരെ ഈ വരട്ട തത്വ അല്ലെങ്കിൽ മതത്തിന്റെ വരട്ട തത്വങ്ങളിൽ നിന്ന് അവർ മാറിപ്പോകും. അവർക്കൊരിക്കലും സമാധാനം, കാരണം ഭീതിയിലാണ് ഇസ്ലാം മതം നിൽക്കേണ്ടത് എപ്പോഴും. ഇപ്പൊ കമ്മ്യൂണിസത്തിന് വളരണമെങ്കിൽ 2 ക്ലാസ് വേണം, പണമുള്ളവനും അവരുടെ ദാരിദ്ര്യം വേണം. കമ്മ്യൂണിസം ദാരിദ്ര്യത്തിലേ വളരുള്ളൂ. ഇതുപോലെ ഇസ്ലാം ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലാണ് നിൽക്കണം. ആ ഭീതി എപ്പോഴും വേണം. സാമ്പത്തികമായി ഇല്ലാതാകണം, അടിമയാക്കപ്പെടണം. ഇപ്പോ ഗാസയിലെ പ്രശ്നം, അവിടുത്തെ പട്ടിണി മറ്റൊക്കെ ഇതിങ്ങനെ പാടിപ്പറഞ്ഞാലേ അവർക്ക് തിരിവ് നടക്കുള്ളൂ. അവർക്ക് അതാണ് വിഷയം. അവരെ എത്ര തന്നെ ഭക്ഷണപാനോട് കൊടുക്കാൻ സമ്മതിക്കാതെ അവർ പട്ടിണി എന്ന് പറയും. അപ്പൊ ഇവിടെയുള്ളവർ ഇപ്പൊ അത്യാവശ്യം ജീവിക്കുന്നുണ്ട്, മലപ്പുറം ജില്ലയിലുള്ളവർ കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ അസ്വസ്ഥതയുള്ളത് മതമൗലികവാദികളാണ്. അതുകൊണ്ട് തന്നെ അവര് മാമാങ്കത്തെ ലക്ഷ്യം വെച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഒട്ടും അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ സമാധാനപൂർണമായ ജീവിതം നശിപ്പിക്കേണ്ടത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ ഇരയാക്കിയാൽ തിരിച്ചടി ആരാണ് നേരിടുക? അവിടെ മാമാങ്കം ഇരയാക്കിയാൽ ആ വേദിയിൽ എന്തെങ്കിലും അരുതാത്തൊന്നും നടന്നാൽ അതിന്റെ തിരിച്ചടി ആരാ നേരിടുക? ഹിന്ദുക്കൾ നേരിടുന്നതിനേക്കാൾ ആരാണ് നേരിടുക? 21 അവസ്ഥയല്ലല്ലോ ഇന്ന് മലപ്പുറത്തിന്റെ അവസ്ഥ. 2021 ഹിന്ദുക്കളുടേലായിരുന്നു പണം, ഹിന്ദുക്കളുടേലായിരുന്നു പദവി, അല്ലെ? ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് അവിടെ ചെറിയൊരു സാമൂഹിക പ്രശ്നം ഉണ്ടായാൽ ഹിന്ദുവിന് നഷ്ടപ്പെടാൻ ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. പക്ഷെ അതല്ല ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ. അപ്പോ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ മത തീവ്രവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ് ടീച്ചർ അത് പറഞ്ഞത്. അപ്പോൾ ഈ മത ഭീകരവാദത്തിന്റെ ഒരു ഇരകളായിട്ട് പലപ്പോഴും നമ്മുടെ യുക്തിവാദികളൊക്കെ ഇത് മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. കാരണം ഇസ്ലാം എന്ന മതത്തിന്റെ ഇരകളാണ് മുസ്ലിങ്ങൾ, ആദ്യത്തെ ഇരകൾ മുസ്ലിങ്ങളാണെന്നുള്ളത്. തീർച്ചയായിട്ടും ആദ്യത്തെ അവസാനത്തെ അവരായിരിക്കും. തീർച്ചയായിട്ടും അവർ സമ്പൂർണ്ണ നാശം കണ്ടേ പിന്മാറും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഭീകരവാദത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം കേരളം നമ്മളെല്ലാം മനസമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നാടാണല്ലോ. ഈ നമ്മുടെ സംസ്ഥാനത്തെ പശ്ചിമ ബംഗാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 15, 20, 35 വർഷങ്ങളൊക്കെ എടുത്തു അവരിലൊരു മാറ്റം ഉണ്ടാകാൻ. അത്തരത്തിലൊരു മാറ്റം ടീച്ചർ കേരളത്തിലെ ജനസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനസമൂഹത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? ഉണ്ടാകും. കാരണം അത് നമ്മൾ ഈ ചാർജ് സേവ് ചെയ്ത് വെക്കുന്ന പോലെ കേരളത്തിന്റെ മനസ്സിൽ അതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരിപൂർണ മാറ്റം ആൾ ഓഫ് എ സഡൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഒരു വളരെ സ്ലോ ആയിട്ടുള്ളൊരു ചേഞ്ച് ആവില്ല ഇവിടെ ഉണ്ടാകുക. കാരണം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. നമ്മൾ രഹസ്യമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഈ പറയുന്നതിനേക്കാൾ തീവ്രമായ കാര്യങ്ങൾ 190 ആളുടെ മനസ്സിലുണ്ട്. അതൊപ്പം കൂടി പുറത്തു വരുന്ന ഒരു നാള് വരും. തീർച്ചയായിട്ടും അത് ഇലക്ഷനിൽ തന്നെ പ്രതിഫലിക്കും. തീർച്ചയായിട്ടും അത് ആളൊക്കെ സദനായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ടീച്ചർ അപ്പോൾ ഒരുപാട് സമയം ഇപ്പോൾ തന്നെ ടീച്ചർ യാത്രയിലാണെന്നറിയാം. അവസാനമായിട്ട് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി നാളെ രാവിലെ ചെങ്കോട്ടയിൽ ഭാരതത്തെ അഭിസംബോധന ചെയ്യും. ടീച്ചറുടെ ഒരു സന്ദേശമായിട്ട്, ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമായിട്ട് തത്വമയി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദേശത്തോടെ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് 1000 വർഷ അടിമത്തത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യം നേടിയത്. ബ്രിട്ടീഷുകാർ മാത്രമല്ല, സുൽത്താൻമാരും മുഗളന്മാരും എല്ലാം വിദേശികളായിരുന്നു. 1000 വർഷം ഇതിനെതിരെ പൊരുതി നിന്ന ഒരു മനസ്സ് ഈ രാഷ്ട്രത്തിനുണ്ട്. അവർക്ക് കീഴടങ്ങാത്തൊരു മനസ്സ് ഈ രാഷ്ട്രത്തിനുണ്ട്. ഈ 80ാം പിറന്നാളിൽ നമ്മൾ വീണ്ടെടുക്കേണ്ടത് ആ മനസ്സാണ്. എന്തൊക്കെയായാലും അതിന് കീഴ്പ്പെടാതെ ഇത് നമ്മുടെ നാടാണ് എന്ന് വേണ്ടി അതിനുവേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ തയ്യാറുള്ളൊരു വലിയ ജനതയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലുടനീളം കാണുന്നത്. നാളെ പ്രധാനമന്ത്രിയാകാമെന്നോ പ്രസിഡന്റ് ആകാമെന്നോ ഒന്നും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ മോഹിച്ചല്ല അവരിൽ പലരും തൂക്കുമരത്തിൽ കടന്നാടിയത്, നെഞ്ചിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയത്. ആ ജനസാമാന്യം, ചരിത്രത്തിൽ ഒരു പേര് പോലും അറിയപ്പെടാത്ത ആ ജനസാമാന്യത്തിന്റെ ത്യാഗമോർത്ത്, അവരുടെ ധൈര്യമോർത്ത് ഈ 80ാം പിറന്നാളിൽ ഭാരതാംബയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും അവരെ ഓർത്തുകൊണ്ട് അവരിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. 2047 ആകുമ്പോഴേക്കും ലോകത്തിന്റെ നെറുകയിൽ എല്ലാ അർത്ഥത്തിലും, അത് സാമ്പത്തികമായി സൈനികമായി എല്ലാ അർത്ഥത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് തുടങ്ങാം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. വളരെ നന്ദി ടീച്ചർ. യാത്രയുടെ ഇടയിലും ഇത്രയും സമയം തത്വമയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനാശംസകൾ. വീണ്ടും ടീച്ചറുമായിട്ട് സംസാരിക്കാനുള്ള അവസരം വൈകാതെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ടീച്ചർ. സ്വാതന്ത്ര്യദിന ചടങ്ങിനാണ് പോകുന്നത്. എനിക്ക് അർദ്ധരാത്രി ഒരു പരിപാടി ഉണ്ടെന്ന് അതിന് പോകുന്നത്. തീർച്ചയായിട്ടും ആശംസകൾ. ഇങ്ങനെ തന്നെ അക്ഷീണം പ്രവർത്തിക്കുന്ന ടീച്ചർ തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത്. തീർച്ചയായിട്ടും ടീച്ചർ. വളരെ നന്ദി ടീച്ചർ. കാണാം. നന്ദി. ടീച്ചർ ഒരു കാർ യാത്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദത്തിന് ചെറിയ വ്യതിയാനങ്ങൾ പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടേക്കാം. എന്നിരുന്നാലും കാർ യാത്രക്കിടയിലും ദൂരെ യാത്രക്കിടയിലും ഒരു സ്വാതന്ത്ര്യദിന പരിപാടിയിൽ, അർദ്ധരാത്രിക്കുള്ളൊരു സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കുവാനായി പോവുകയാണ്. കൊച്ചുകുട്ടികൾക്കൊപ്പം കാറിൽ ഒരു കർമ്മോത്സുകയായി തന്നെ ടീച്ചർ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നതിൽ വളരെ സന്തോഷം. പ്രേക്ഷകർക്കും അതേ സന്തോഷം തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കുറപ്പാണ്. ഒപ്പം ടീച്ചർ ഇനിയും ഇത്രയും കർമ്മകുശലതയോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും തന്നെ തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് തത്വമയി ന്യൂസിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും. പ്രേക്ഷകരുടെ, ടീച്ചറുടെ വാക്കുകളെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.